എല്ലാവർക്കും കേരള PSC ട്രെൻഡ്സിലേക്ക് സ്വാഗതം. രസതന്ത്രം നിത്യജീവിതത്തിൽ എന്നുള്ള മൊഡ്യൂളാണ് നമ്മൾ നിലവിൽ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് 8ാം ക്ലാസ്സിലെ 16ാമത്തെ അധ്യായമായ ജലം എന്നുള്ള അധ്യായമാണ്. ഇന്നത്തെ 10ാം ക്ലാസ് കെമിസ്ട്രിയിലെ 16ാം അധ്യായമായ ജലം എന്നുള്ള ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. മുൻ വീഡിയോ കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഇത് കാണുക, അപ്പോഴേ നിങ്ങൾക്ക് ആ തുടർച്ച ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് ഇതിൽ 8ാം ക്ലാസ്സിലെ തന്നെ 17ാമത്തെ അധ്യായം പഠിക്കാനുണ്ട്. അതിനുശേഷം നമുക്ക് 9ാം ക്ലാസ്സിലെയും 10ാം ക്ലാസ്സിലെയും ഓരോ ചാപ്റ്ററും കൂടിയാണ് രസതന്ത്രം നിത്യജീവിതത്തിൽ എന്നുള്ള മൊഡ്യൂളിൽ നമുക്കിനി പഠിക്കാനുള്ളത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മാത്രം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന ബോധ്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നമുക്ക് സമയം ഒട്ടും പാഴാക്കാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് നേരെ പോവാം. ജലം 8ാം ക്ലാസ് കെമിസ്ട്രിയിലെ 16ാമത്തെ അധ്യായമായ ജലം. കെമിസ്ട്രി അല്ല, 8ാം ക്ലാസ് സയൻസ്. നമുക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി വരുന്നത് 9ലും 10ലുമാണ്. 8ാം ക്ലാസ് വരെ നമുക്ക് ബേസിക് സയൻസ് എന്നുള്ള കൺസെപ്റ്റ് തന്നെയാണ് പോകുന്നത്. എല്ലാ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഒരുമിച്ചുള്ള ബേസിക് സയൻസ് എന്നുള്ള പുസ്തകമാണ്. അപ്പോൾ 8ാം ക്ലാസ് സയൻസിലെ 16ാമത്തെ അധ്യായമായ ജലം എന്നുള്ള ചാപ്റ്റർ നോക്കാം. അമൂല്യമായ പ്രകൃതി വിഭവമാണ് ജലം എന്നാണ് ഇതിൻ്റെ തുടക്കത്തിൽ തന്നെയുള്ള സെൻറ്റൻസ്. അത് നമുക്കറിയുന്ന കാര്യമാണ്. ജലം എന്ന് പറഞ്ഞാൽ അമൂല്യമായ ഒരു പ്രകൃതി വിഭവം തന്നെയാണ്. ലോക ജലദിനം എന്നാണ്. ലോക ജലദിനം എന്നാണ്. അത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ലോക ജലദിനം എന്നാണ് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ. ഭൂമിയിൽ ജീവൻ ഉത്ഭവത്തിന് കാരണമായത് ജലത്തിൻ്റെ സാന്നിധ്യമാണ്. അപ്പോൾ നമ്മുടെ ജീവൻ്റെ ഉൽപ്പത്തി എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ ജലത്തിലാണ്. ഭൂമിയിൽ ജീവൻ്റെ ഉൽപ്പത്തി ഉണ്ടായത് ജലത്തിൽ നിന്നാണ്. ഭൂമിയിൽ ജീവൻ്റെ ഉൽപ്പത്തി ഉണ്ടായത് എവിടെ നിന്നാണ്? ജലത്തിൽ നിന്നാണ് ഭൂമിയിൽ ജീവൻ്റെ ഉൽപ്പത്തി ഉണ്ടായത്. ജന്തുക്കളുടെയും സസ്യങ്ങളുടെയും ശരീരഭാഗങ്ങളിൽ ഏകദേശം 65% ജലം അടങ്ങിയിരിക്കുന്നു. ജന്തുക്കളുടെയും സസ്യങ്ങളുടെയും ശരീരഭാഗങ്ങളിൽ ഏകദേശം 65% ജലം അടങ്ങിയിട്ടുണ്ട്. ജലത്തിൻ്റെ കാര്യം നമ്മൾ ബയോളജീൻ്റെ ഭാഗത്ത് പറഞ്ഞതാണ്. മനുഷ്യൻ്റെ തലച്ചോറിൽ എത്ര ശതമാനം ജലമുണ്ട്? 85% ജലമാണ് മനുഷ്യൻ്റെ തലച്ചോറിൽ അടങ്ങിയിട്ടുള്ളത്. രക്തത്തിലാണെങ്കിൽ 90% ജലമാണ്. മനുഷ്യൻ്റെ രക്തത്തിൽ 90% ജലം, തലച്ചോറിൽ 85% ജലം, എല്ലുകളിൽ 25% ജലം. ഒന്നും കൂടി പറയാം, നോട്ട് ചെയ്യേണ്ട പോയിൻ്റാണ്. നമ്മൾ ബയോളജി മൊഡ്യൂളിൽ പറഞ്ഞ കാര്യങ്ങളാണ്, എന്നാലും ഇത് നമ്മൾ ജലവുമായി അനുബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് പറയണം. മനുഷ്യൻ്റെ തലച്ചോറിൽ 85% ജലമാണ്. അതുപോലെ മനുഷ്യൻ്റെ രക്തത്തിൽ 90% എന്താണ്? ജലമാണ്. അതുപോലെ തന്നെ മനുഷ്യൻ്റെ എല്ലുകളിൽ 25% ജലമാണ്. അപ്പോൾ തലച്ചോറിൽ 85%, അതുപോലെ നമ്മുടെ രക്തത്തിൽ 90%, എല്ലുകളിൽ 25% ജലമാണ്. ജീവൽ പ്രവർത്തനങ്ങൾക്ക് മാത്രമല്ല, നമുക്കറിയാം കൃഷി, വ്യവസായം, ഊർജ്ജോൽപാദനം, ഗതാഗതം എന്നിവയ്ക്കെല്ലാം എന്താണ്? ജലം ആവശ്യമാണ്. എല്ലാറ്റിനും ജലം ആവശ്യമാണ്. കൃഷി, വ്യവസായം, ഊർജ്ജോൽപാദനം, ഗതാഗതം എന്നിവയ്ക്കൊക്കെ എന്താണ്? ജലം ആവശ്യമാണ്. നിത്യജീവിതത്തിൽ ഒട്ടനവധി ആവശ്യങ്ങൾക്ക് നമ്മൾ ജലം ഉപയോഗിക്കുന്നുണ്ട്. മഴവെള്ളം, കിണർ, ജലാശയങ്ങൾ, അരുവികൾ, നദികൾ, കടൽ എന്നിവയൊക്കെ എന്താണ്? നമ്മുടെ ജലസ്രോതസ്സുകളാണ്. ഇതൊക്കെ ബേസിക് കാര്യങ്ങളാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ഇനി നമ്മൾ ജലത്തിനെ കുറിച്ചുള്ള ആദ്യത്തെ പോയിൻ്റാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ജലത്തിൻ്റെ തിളനില അല്ലെങ്കിൽ ബോയിലിംഗ് പോയിൻ്റ്. ജലത്തിൻ്റെ തിളനില അല്ലെങ്കിൽ ബോയിലിംഗ് പോയിൻറ്റിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ, ആദ്യം തിളനില എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ഒരു ദ്രാവകം തിളക്കുന്ന താപനിലയാണ് ആ ദ്രാവകത്തിൻ്റെ തിളനില എന്ന് പറയുന്നത്. നമ്മളൊരു ദ്രാവകത്തിൻ്റെ തിളനില എന്ന് പറയുന്നത് എന്താണ്? സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ഒരു ദ്രാവകം തിളക്കുന്ന താപനിലയാണ് നമ്മൾ എന്ത് പറയുന്നത്?
ആ ദ്രാവകത്തിൻ്റെ തിളനില എന്ന് പറയുന്നത്. സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ഒരു ദ്രാവകം തിളക്കുന്ന താപനിലയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആ ദ്രാവകത്തിൻ്റെ തിളനില എന്ന് പറയുന്നത്. നമ്മളെ ജലത്തിൻ്റെ തിളനില എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ജലത്തിൻ്റെ തിളനില എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. കാരണം ജലം തിളക്കുന്നത് 100 ഡിഗ്രി താപനിലയിലാണ്. ജലം തിളക്കുന്നത് സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ജലം തിളക്കുന്നത് 100 ഡിഗ്രി താപം കൊടുക്കുമ്പോഴാണ്. അപ്പോൾ ജലത്തിൻ്റെ തിളനില എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് തിളനില എന്ന കൺസെപ്റ്റ് മനസ്സിലായി എന്ന് കരുതുന്നു. ജലത്തിൻ്റെ തിളനില എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്നും മനസ്സിലായി എന്ന് വിചാരിക്കും. ഇവിടെ നമുക്കത് തിളനില എത്ര ജലത്തിൻ്റെ തിളനില കണ്ടെത്താനുള്ള ഒരു പരീക്ഷണമാണ് ഇവിടെ നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്, തെർമോമീറ്റർ വെച്ചുകൊണ്ട്. ജലം തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തെർമോമീറ്റർ അല്പം ഉയർത്തി ജലനിരപ്പിന് തൊട്ടുമുകളിലായി നിർത്തിയാൽ താപനിലയിൽ മാറ്റമുണ്ടാകുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് ചോദിക്കുക. ജലം തിളച്ച് തുടങ്ങുന്നത് മുതൽ അതിന് കൊടുക്കുന്ന താപം മുഴുവൻ അവസ്ഥാ മാറ്റത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. അതുകൊണ്ടാണ് താപനില ഉയരാത്തത്. ഇപ്പം ജലം എന്ത് ചെയ്യും, തിളച്ച് തുടങ്ങുന്നത് മുതൽ പിന്നീട് അതിന് കൊടുക്കുന്ന താപം മുഴുവൻ എന്ത് ചെയ്യും, അവസ്ഥാ മാറ്റത്തിന്, അതായത് നീരാവി ആവുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അത് ഉപയോഗിക്കും. അപ്പോൾ അതുകൊണ്ട് അധിക താപം, അതുകൊണ്ട് താപനില 100-ലെത്തി കഴിഞ്ഞാൽ പിന്നെ അത് ഉയരില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൽ കൊടുക്കുന്ന അധിക താപം മുഴുവൻ ഈ താപനിലയിലുള്ള നീരാവിയിൽ അടങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ജലത്തിന് പിന്നീട് കൊടുക്കുന്ന താപമൊക്കെ എന്താകും, ആ നീരാവിയിലാണ് അടങ്ങിയിട്ടുണ്ടാകുക. അപ്പോൾ ജലത്തിൻ്റെ താപനിലയിൽ വ്യത്യാസം ഉണ്ടാവില്ല, എന്നാൽ നമ്മൾ ആ കൊടുക്കുന്ന താപനിലയ്ക്ക് നീരാവിയിൽ അടങ്ങിയിട്ടുണ്ടാകും. അതുകൊണ്ടാണ് നമുക്ക് നീരാവിയിൽ നിന്നുള്ള പൊള്ളൽ സാധ്യത കൂടുതൽ ഉള്ളത്. നീരാവിയിൽ നിന്ന് കൂടുതൽ പൊള്ളലേൽക്കാനുള്ള കാരണം അതാണ്. നീരാവിയിൽ നമ്മൾ തിളച്ച ജലത്തിനേക്കാളും കൂടുതൽ പൊള്ളൽ നമുക്ക് ഏൽക്കുക നീരാവിയിൽ നിന്നാണ്. കാരണം അവസ്ഥാ മാറ്റത്തിന് വേണ്ടി എന്ത് ചെയ്യും, മുഴുവൻ താപവും അതിന് കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നീരാവിക്കായിരിക്കും ജലത്തിനേക്കാളും ചൂട് കൂടുതൽ. അതുകൊണ്ടാണ് തിളച്ച വെള്ളം കൊണ്ടുള്ള പൊള്ളലിനേക്കാൾ ഗുരുതരം നീരാവി കൊണ്ടുള്ള പൊള്ളലിന് ഉണ്ടാവാൻ കാരണം. മറ്റു പദാർത്ഥങ്ങൾ ലയിച്ചു ചേർന്ന ജലം 100 ഡിഗ്രി സെൽഷ്യസിൽ തിളക്കുമ്പോൾ ജലത്തിൽ അല്പം കറിയുപ്പ് ചേർത്ത് ചൂടാക്കി കണ്ടുപിടിക്കൂ. നമുക്ക് പരീക്ഷണങ്ങൾ തന്നെ വീണ്ടും ചെയ്യാനുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ പ്രഷർ കുക്കറുകളിൽ ആഹാരം പാകം ചെയ്യുന്നത് എളുപ്പമാണ്. എന്തുകൊണ്ടാണെന്ന് അറിയുമോ? ജലം 120 ഡിഗ്രി സെൽഷ്യസിലാണ് പ്രഷർ കുക്കറിൽ തിളക്കുന്നത്. അതിനാൽ ഉയർന്ന താപനില നിലനിൽക്കും, മർദ്ദം കുറയുകയും ചെയ്യും. അപ്പോൾ ഉയർന്ന പർവ്വത പ്രദേശങ്ങളിൽ ജലം 100 ഡിഗ്രി സെൽഷ്യസിനേക്കാൾ താഴ്ന്ന താപനിലയിൽ തിളക്കും. അപ്പോൾ ഉയരം കൂടുമ്പോൾ എന്ത് ചെയ്യും, 100 ഡിഗ്രി സെൽഷ്യസിനേക്കാൾ താഴ്ന്ന താപനിലയിൽ ജലം തിളക്കും. നമ്മൾ ഉയരം കൂടുമ്പോൾ എന്ത് ചെയ്യും, ജലം, അപ്പോൾ നമ്മൾ പർവ്വത പ്രദേശങ്ങളിൽ പോയിട്ട് ജലം ചൂടാക്കുകയാണെങ്കിൽ 100 ഡിഗ്രി എത്തുന്നതിന് മുമ്പ് തന്നെ ജലം എന്ത് ചെയ്യും, തിളക്കും. അന്തരീക്ഷ മർദ്ദത്തിൽ 0 ഡിഗ്രി സെൽഷ്യസിൽ നിന്നും 100 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലുള്ള താപനിലകളിൽ ജലം ദ്രാവക രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. അന്തരീക്ഷ മർദ്ദത്തിൽ 0 ഡിഗ്രി മുതൽ 100 ഡിഗ്രി വരെ സെൽഷ്യസിന് ഇടയിലുള്ള താപനിലയിൽ ജലത്തിൻ്റെ പ്രത്യേകത ദ്രാവക രൂപത്തിലാണ് ജലം സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ 100 ഡിഗ്രി വരെയുള്ള ഏത് താപനിലയിലും ജലം എന്ത് ചെയ്യും, നീരാവിയായിട്ട് അല്ലെങ്കിൽ ബാഷ്പമായിട്ട് മാറും. അപ്പോൾ ജലത്തിൻ്റെ പ്രത്യേകത 0 ഡിഗ്രി മുതൽ 100 ഡിഗ്രി വരെ ഇടയിലുള്ള താപനിലയിൽ ജലം ദ്രാവക രൂപത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ 100 ഡിഗ്രി വരെയുള്ള ഏത് താപനിലയിലും ജലം എന്ത് ചെയ്യും, ബാഷ്പമായിട്ട് മാറും. ഒരു ദ്രാവകം ബാഷ്പമായി മാറുന്ന പ്രവർത്തനമാണ് ബാഷ്പീകരണം അല്ലെങ്കിൽ ഇവാപ്പൊറേഷൻ. ഒരു ദ്രാവകം അല്ലെങ്കിൽ ഒരു ദ്രാവകം ബാഷ്പമായി മാറുന്ന പ്രവർത്തനമാണെന്ത്, ബാഷ്പീകരണം അല്ലെങ്കിൽ ഇവാപ്പൊറേഷൻ എന്ന് പറയപ്പെടുന്നത്. നമുക്കറിയുന്ന കാര്യമാണ് ബാഷ്പീകരണം. അപ്പോൾ ജലത്തിൻ്റെ 0 ഡിഗ്രി മുതൽ 100 ഡിഗ്രി സെൽഷ്യസ് വരെ ജലം ദ്രാവക രൂപത്തിലാണ് കാണപ്പെടുന്നത്. എന്നാൽ 100 ഡിഗ്രി സെൽഷ്യസ് മുതലുള്ള ഏത് താപനിലയും ജലം എന്ത് ചെയ്യും, ബാഷ്പമായിട്ട് മാറും, നീരാവിയായി മാറും. ജലം ചൂടാക്കിയാൽ ആഗിരണം ചെയ്യുന്ന താപം താപനില വർദ്ധിപ്പിക്കുന്നതിനും ബാഷ്പീകരണത്തിനും ഉപയോഗിക്കുന്നു. ജലം ചൂടാക്കിയാൽ ആഗിരണം ചെയ്യുന്ന താപം എന്ത് ചെയ്യും, താപനില വർദ്ധിപ്പിക്കാനും അല്ലെങ്കിൽ ബാഷ്പീകരണത്തിനും വേണ്ടി ഉപയോഗിക്കും. നമ്മൾ ജലം ചൂടാക്കുമ്പോൾ ആഗിരണം ചെയ്യുന്ന
എന്ത് ചെയ്യും? താപനില ഉയർത്താനും അതിൻ്റെ ചൂട് ഉയർത്താനും ബാഷ്പീകരണത്തിനു വേണ്ടി ഉപയോഗിക്കുന്നു. ഇനി 0 ഡിഗ്രി സെൽഷ്യസിന് താഴെ 0 ഡിഗ്രി സെൽഷ്യസ് മുതൽ അതിന് താഴേക്ക് ജലത്തിൻ്റെ അവസ്ഥ എന്താണ്? ഖരാവസ്ഥയിലാണ്. അപ്പോൾ ജലം ഐസാകാൻ വേണ്ട താപനിലയാണ് 0 ഡിഗ്രി സെൽഷ്യസ്. ജലത്തിൻ്റെ 3 അവസ്ഥകളാണ്. വേണ്ട താപനില എത്രയാണെന്നുള്ളത് ബേസിക് കാര്യമാണ്, നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ജലത്തിൻ്റെ പ്രത്യേകതയാണ് ജലത്തിൻ്റെ താപധാരിത അല്ലെങ്കിൽ ഹീറ്റ് കപ്പാസിറ്റി. താപധാരിത എന്ന് പറഞ്ഞാൽ എന്താണ്? താപം താങ്ങുവാനുള്ള കഴിവാണ്, അല്ലെങ്കിൽ താപത്തെ താങ്ങുവാനുള്ള കഴിവാണ് എന്ത്? താപധാരിത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹീറ്റ് കപ്പാസിറ്റി അല്ലെങ്കിൽ താപധാരിത. ഇവിടെ ആദ്യം തന്നെ നമുക്ക് പരീക്ഷണം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഒരേ മാസിലെടുത്ത ജലത്തിനും വെളിച്ചെണ്ണക്കും ഒരേ അളവിൽ താപം നൽകിയിട്ടും ജലത്തിൻ്റെ താപനില പെട്ടെന്ന് ഉയരാതിരിക്കാൻ എന്തായിരിക്കും കാരണം എന്നുള്ളതാണ് ചോദിച്ചത്. അപ്പോൾ മറ്റു പദാർത്ഥങ്ങളെ അപേക്ഷിച്ച് ഉയർന്ന താപം താങ്ങാനുള്ള കഴിവ് അല്ലെങ്കിൽ താപധാരിത ജലത്തിനുണ്ട്. വേറെ നമ്മൾ ഏത് പദാർത്ഥം എടുത്ത് നോക്കിയാലും അതിനെ അപേക്ഷിച്ച് ഉയർന്ന താപം താങ്ങാനുള്ള കഴിവ് അല്ലെങ്കിൽ താപധാരിത എന്തുണ്ട്? ജലത്തിന് കൂടുതലാണ്. ജലത്തിൻ്റെ താപധാരിത പ്രയോജനപ്പെടുത്തുന്ന ചില സന്ദർഭങ്ങൾ നോക്കാം. ബുള്ളറ്റ് പോയിൻ്റാണ്, നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ താപധാരിത എന്ന് പറഞ്ഞാൽ ഉയർന്ന താപം താങ്ങാനുള്ള കഴിവിനെയാണ് നമ്മൾ താപധാരിത എന്ന് പറയുക. അത് മറ്റേത് ദ്രാവങ്ങളെ അപേക്ഷിച്ച് നോക്കിയാലും ജലത്തിനത് താപധാരിത കൂടുതലാണ്. അപ്പോൾ ജലത്തിന് താപധാരിത കൂടുതലായതുകൊണ്ട് തന്നെ ചില സന്ദർഭങ്ങളിൽ ജലത്തിൻ്റെ ഈ താപധാരിത പ്രയോജനപ്പെടുത്തുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ആ സന്ദർഭങ്ങൾ ഏതൊക്കെയെന്നുള്ളത് നോക്കാം. വാഹന എഞ്ചിനുകളിലെ താപം നിയന്ത്രിക്കാൻ റേഡിയേറ്ററുകളിൽ ജലം ഉപയോഗിക്കുന്നു. ഇപ്പോൾ റേഡിയേറ്ററുകളിൽ ജലം ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വാഹനത്തിൻ്റെ എഞ്ചിനുള്ളിലെ താപം നിയന്ത്രിക്കാനാണ്. ഇവിടെ വെള്ളത്തിൻ്റെ താപധാരിത കൂടുതൽ എന്നുള്ള ആ ഒരു സവിശേഷതയാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ജലത്തിൻ്റെ താപധാരിത ജലത്തിന് മറ്റുള്ളവയെ അപേക്ഷിച്ച് കൂടുതലാണെന്ന് പറഞ്ഞു. അത് പ്രയോജനപ്പെടുത്തുന്ന ഒരു സന്ദർഭമാണ് എന്ത്? വാഹന എഞ്ചിനുകളിലെ താപം നിയന്ത്രിക്കാൻ റേഡിയേറ്ററിൽ വെള്ളം ഉപയോഗിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ കാറുകളിലൊക്കെ റേഡിയേറ്ററിൽ വെള്ളം ഒഴിക്കാറുണ്ട്. അപ്പോൾ അതെന്തിനാണ്? എഞ്ചിനുള്ളിലെ താപം നിയന്ത്രിക്കാനാണ്. ഇവിടെ ഉപയോഗപ്പെടുത്തുന്നത് ജലത്തിൻ്റെ ഉയർന്ന താപധാരിത എന്നുള്ള സവിശേഷതയാണ്. അടുത്തത് ചൂടായ വസ്തുക്കൾ തണുപ്പിക്കാൻ ജലം ഉപയോഗിക്കും. നല്ല ചൂടുള്ളൊരു വസ്തു നമ്മൾ പെട്ടെന്ന് തണുപ്പിക്കാൻ എന്ത് ചെയ്യുക? അതിൻ്റെ മുകളിലേക്ക് വെള്ളം ഒഴിക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ചൂടായ വസ്തുക്കൾ തണുപ്പിക്കാനും നമ്മൾ എന്ത് ചെയ്യും? ജലം ഉപയോഗിക്കും. ഇവിടെയും നമ്മൾ ജലത്തിൻ്റെ ഉയർന്ന താപധാരിത എന്നുള്ള സവിശേഷതയാണ് പ്രയോജനപ്പെടുത്തുന്നത്. അടുത്തൊരു സന്ദർഭമാണ് ഭൂമിയുടെ 2/3 ഭാഗവും ജലമാണ്. ഇത് ഭൂമിയുടെ താപനില നിയന്ത്രിക്കുന്നു. അപ്പോൾ ഭൂമിയുടെ താപനില നിയന്ത്രിക്കുന്നത് എന്താണ്? ഭൂമിയിലെ 2/3 ഭാഗവും ജലം ആയതുകൊണ്ടാണ് എന്ത്? ഭൂമിയുടെ താപനിലയെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഭൂമിയുടെ താപനിലയെ നിയന്ത്രിക്കുന്ന ജലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് അങ്ങനെയൊക്കെ ചോദ്യം പ്രതീക്ഷിക്കാം. ജലത്തിൻ്റെ ഉയർന്ന താപധാരിതയാണ്. അപ്പോൾ ഭൂമിയുടെ താപം നിയന്ത്രിക്കുന്ന ജലത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഭൂമിയുടെ ഉയർന്ന താപധാരിതയാണ്. ഭൂമിയുടെ ഉയർന്ന താപധാരിത പ്രയോജനപ്പെടുത്തുന്ന 3 സന്ദർഭങ്ങളാണ് റേഡിയേറ്ററിൽ വെള്ളം ഒഴിക്കുന്നത്, വാഹന എഞ്ചിന് ഇതാക്കുക, അതുപോലെ ചൂടായ വസ്തുക്കൾ തണുപ്പിക്കാൻ ഉപയോഗിക്കുന്നത്, അതേപോലെ ഭൂമിയുടെ താപനില നിയന്ത്രിക്കുന്നത്. ഭൂമിയുടെ 2/3 ഭാഗം എന്താണ്? ജലമാണ്. ഇനി ജലത്തിന് അസ്വാഭാവിക വികാസം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേകത ഉണ്ട്. അത് പ്രയോജനപ്പെടുത്തുന്ന സാഹചര്യം എന്താണെന്നുള്ളത് നോക്കാം. ജലത്തിൻ്റെ അസ്വാഭാവിക വികാസം അല്ലെങ്കിൽ അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ. ജലത്തിൻ്റെ അസ്വാഭാവിക വികാസം. ജലം തണുക്കുമ്പോൾ സാന്ദ്രത കൂടുകയും തണുത്ത ജലം താഴ്ന്ന് പോവുകയും ചെയ്യുന്നു. ജലം തണുക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താണ്? സാന്ദ്രത കൂടും. ജലം തണുക്കുമ്പോൾ സാന്ദ്രത കൂടും. ഇങ്ങനെ സാന്ദ്രത കൂടുമ്പോൾ എന്ത് ചെയ്യും? തണുത്ത ജലം താഴ്ന്നു പോകും. ഇപ്പോൾ ജലം എന്ത് ചെയ്യും? ജലം തണുക്കുമ്പോൾ സാന്ദ്രത കൂടും. സാന്ദ്രത കൂടുമ്പോൾ തണുത്ത ജലം എന്ത് ചെയ്യും? താഴ്ന്ന് പോകും. ഇത് താപനില 4 ഡിഗ്രി സെൽഷ്യസ് ആകുന്നത് വരെ സംഭവിക്കും. അപ്പം താപനില 4 ഡിഗ്രി സെൽഷ്യസ് ആകുന്നത് വരെ എന്ത് ചെയ്യും? ഇങ്ങനെ സാന്ദ്രത കൂടിയ ജലം താഴ്ന്ന് പോകും. ജലം തണുക്കുമ്പോഴും ജലത്തിൻ്റെ സാന്ദ്രത കൂടും. അപ്പോൾ സാന്ദ്രത കൂടിയ ജലം എന്ത് ചെയ്യും? 4 ഡിഗ്രി സെൽഷ്യസ് ആകുന്നത് വരെ താഴ്ന്ന് പോകും. അന്തരീക്ഷ താപനില 4 ഡിഗ്രി സെൽഷ്യസിനേക്കാളും കുറയുമ്പോൾ എന്ത് ചെയ്യും? ജലത്തിൻ്റെ അസ്വാഭാവിക വികാസം കാരണം സാന്ദ്രത കുറയുകയും വ്യാപ്തം കൂടുകയും ചെയ്യും.
ഇനി അന്തരീക്ഷ താപനില 4 ഡിഗ്രി സെൽഷ്യസിനേക്കാളും താഴെ അല്ലെങ്കിൽ കുറയുമ്പോൾ എന്ത് ചെയ്യും? ജലത്തിൻ്റെ അസ്വാഭാവിക വികാസം കാരണം എന്ത് ചെയ്യും? സാന്ദ്രത കുറയും, വ്യാപ്തം കൂടുകയും ചെയ്യും. അപ്പോൾ ജലത്തിൻ്റെ അസ്വാഭാവിക വികാസം കാരണം സാന്ദ്രത കുറയുകയും വ്യാപ്തം കൂടുകയും ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോഴോ 4 ഡിഗ്രി സെൽഷ്യസിന് താഴെയുള്ള ജലം മുകളിലേക്ക് ഉയരും. അപ്പോൾ അങ്ങനെ വ്യാപ്തം കൂടുമ്പോൾ എന്താ സംഭവിക്കുക? 4 ഡിഗ്രി സെൽഷ്യസിന് താഴെയുള്ള ജലം എന്ത് ചെയ്യും? മുകളിലേക്ക് ഉയരും. ഇതെന്ത് ചെയ്യും? തണുത്ത് ജലോപരിതലത്തിൽ ജലത്തേക്കാൾ സാന്ദ്രത കുറഞ്ഞ ഐസായിട്ട് നിറയും. അപ്പോൾ ഈ താഴെയുള്ള 4 ഡിഗ്രി സെൽഷ്യസിന് താഴെയുള്ള ജലം മുകളിലേക്ക് ഉയർന്ന് അത് തണുത്ത് ജലോപരിതലത്തിൽ എന്ത് ചെയ്യും? ജലത്തേക്കാൾ സാന്ദ്രത കുറഞ്ഞ ഐസായിട്ട് നിറയും. അപ്പോൾ തണുപ്പുള്ള പ്രദേശത്തെ ജലാശയങ്ങളിൽ ഈ ഐസ് പാളികൾക്ക് താഴെ നിലനിൽക്കുന്ന ജലത്തിൽ എന്ത് ചെയ്യും? ജലജീവികൾക്ക് ജീവൻ നിലനിർത്താൻ കഴിയും. അപ്പോൾ മഞ്ഞു മൂടിയ പ്രദേശങ്ങളിലൊക്കെ ഇതുപോലെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. കാശ്മീരിലൊക്കെ തണുപ്പുണ്ടാകുമ്പോൾ ഡാൽ തടാകമൊക്കെ ഫുള്ള് മഞ്ഞ് കട്ടയായിട്ടുണ്ടാവും. പക്ഷെ അത് അടി ഫുള്ള് മഞ്ഞ് കട്ടയായി തണുത്തുറഞ്ഞിരിക്കലും മുകളിൽ മഞ്ഞുപാളി വന്നിട്ട് അതൊരു കട്ടയായിട്ടുണ്ടാവും. അടിയിൽ സാധാ വെള്ളം ഉണ്ടാവും. അത് കാരണം എന്താണ്? ശുദ്ധജല ജീവികൾക്കൊന്നും ഒരു പ്രയാസം ഉണ്ടാവില്ല. നേരെ മറിച്ച് അത് മൊത്തത്തിൽ ഐസ് കട്ടയാകുകയാണെങ്കിൽ ജലജീവികളൊക്കെ ചത്തൊടുങ്ങും. ഇത് മുകളിലെ ആ ഒരു പാളി മാത്രമാണ് കട്ടയായിട്ട് നിൽക്കുക. താഴെയുള്ള ജലം അതുപോലെ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ കാരണമാണ് എന്ത്? ജലത്തിൻ്റെ അസ്വാഭാവിക വികാസം. ജലത്തിൻ്റെ അസ്വാഭാവിക വികാസമാണ് ഈ ഒരു പ്രതിഭാസത്തിന് കാരണം. അതുകൊണ്ടെന്താണ് ജലജീവികളൊന്നും തണുപ്പുള്ള പ്രദേശങ്ങളിലെ ജലജീവികളൊന്നും നശിക്കുന്നില്ല. അവയൊക്കെ ചത്തൊടുങ്ങാതെ നിലനിൽക്കുന്നത് ഈ ജലത്തിൻ്റെ ഈ ഒരു അസ്വാഭാവിക പ്രതിഭാസം കാരണമാണ്. അപ്പോൾ അതിനുള്ള കാരണമാണ് അതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നാണ് ഈ ഒരു കോളത്തിൽ പറയുന്നത്. ഇനി ജലത്തിൻ്റെ ഘനീഭവിക്കൽ അല്ലെങ്കിൽ ഫ്രീസിങ് ഓഫ് വാട്ടർ നമുക്കറിയുന്ന കാര്യമാണ്. എങ്കിൽ കൂടി ജലത്തിൻ്റെ ഘനീഭവിക്കൽ അല്ലെങ്കിൽ ഫ്രീസിങ് ഓഫ് വാട്ടർ അടുത്തൊരു പ്രത്യേകതയാണ്. ഒരു ദ്രാവകം സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ തണുത്തുറഞ്ഞ് ഖരമായി മാറുന്ന താപനിലയാണ് ഇതിൻ്റെ താപനിലയെ നമ്മൾ എന്താ പറയുന്നത്? അതിൻ്റെ ഖരാങ്കം അല്ലെങ്കിൽ ഫ്രീസിങ് പോയിൻ്റ് എന്ന് പറയുന്നത്. ജലത്തിൻ്റെ ഖരാങ്കം എന്ന് പറയുന്നത് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ഒരു ദ്രാവകം സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ തണുത്തുറഞ്ഞ് ഖരമായി മാറുന്ന താപനിലയാണ് എന്ത് ചെയ്യുക? അതിൻ്റെ ഖരാങ്കം എന്ന് പറയുന്നത്. സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ഒരു ദ്രാവകം തണുത്തുറഞ്ഞ് ഖരമായി മാറുന്ന താപനിലയാണ് നമ്മൾ എന്ത് പറയുന്നത്? അതിൻ്റെ ഖരാങ്കം അല്ലെങ്കിൽ ഫ്രീസിങ് പോയിൻ്റ് എന്ന് പറയുന്നത്. ജലത്തിൻ്റെ ഫ്രീസിങ് പോയിൻ്റ് എത്രയാണ്? 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ജലം ഐസാകുന്നത് 0 ഡിഗ്രി സെൽഷ്യസിലാണ്. അപ്പോൾ ഖരാങ്കം അല്ലെങ്കിൽ ഫ്രീസിങ് പോയിൻ്റ് എന്താണ് എന്ന് ആ കൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടിയും പറയാം. സാധാരണ ഇവിടെയൊക്കെ നമ്മൾ പറയുമ്പോൾ അന്തരീക്ഷ മർദ്ദം സാധാരണയാണ് കണക്കാക്കുക. സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ തണുത്തുറഞ്ഞ് ഖരമായി മാറുന്ന ഒരു ദ്രാവകം തണുത്തുറഞ്ഞ് ഖരമായി മാറുന്ന പോയിൻ്റ് അല്ലെങ്കിൽ അതിൻ്റെ താപനിലയാണ് എന്ത് ചെയ്യുന്നത്? അതിൻ്റെ ഖരാങ്കം അല്ലെങ്കിൽ ഫ്രീസിങ് പോയിൻ്റ് എന്ന് പറയുന്നത്. സാധാരണ ഏതൊരു വസ്തുവും എന്ത് ചെയ്യും? തണുപ്പിക്കുമ്പോൾ ചുരുങ്ങുകയും വ്യാപ്തം കുറയുകയും ചെയ്യും. ഏതൊരു വസ്തു തണുപ്പിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക? അത് ചുരുങ്ങുകയും വ്യാപ്തം കുറയുകയും ചെയ്യും. ഇനി ഇവിടെ ഒരു പരീക്ഷണമാണ്. നമ്മൾ ഐസ് കട്ട വെച്ചിട്ട് പരീക്ഷണം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയ ഒരു കുപ്പിയിൽ 1/4 ഭാഗം ജലം എടുത്തിട്ട് ജലനിരപ്പ് അടയാളപ്പെടുത്തിയ ശേഷം അടച്ച് ഫ്രീസറിൽ വെക്കുക. മണിക്കൂറുകൾക്ക് ശേഷം കുപ്പി പുറത്തെടുത്ത് നിരീക്ഷിക്കുക. വെള്ളം ഐസായപ്പോൾ വികസിക്കുകയാണോ ചുരുങ്ങുകയാണോ ചെയ്തത് എന്ന്. വെള്ളം ഐസാകുമ്പോൾ എന്ത് ചെയ്യാണ്? വികസിക്കുകയാണ് ചെയ്യുക. ജലം ഘനീഭവിച്ച് ഐസാകുമ്പോൾ വ്യാപ്തം കൂടുകയും സാന്ദ്രത കുറയുകയും ചെയ്യും. അപ്പോൾ ജലം ഐസാകുന്ന ഖരാങ്കം അല്ലെങ്കിൽ ഫ്രീസിങ് പോയിൻ്റ് എത്രയാണ്? 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ജലം ഘനീഭവിച്ച് ഐസാകുമ്പോൾ എന്ത് ചെയ്യും? വ്യാപ്തം കൂടും, സാന്ദ്രത കുറയും. ജലം ഐസായി മാറുമ്പോൾ സംഭവിക്കുന്ന 2 കാര്യങ്ങൾ എന്തൊക്കെയാണ്? വ്യാപ്തം എന്ത് ചെയ്യും? കൂടും, സാന്ദ്രത കുറയും. വ്യാപ്തം കൂടും, സാന്ദ്രത കുറയും. ജലം ഐസാകുമ്പോൾ വ്യാപ്തം കൂടും, സാന്ദ്രത കുറയും. ജലത്തിൻ്റെ പ്രതലബലം. ജലോപരിതലത്തിലെ തന്മാത്രകൾക്ക് മുകളിൽ ബാഷ്പരൂപത്തിലുള്ള തന്മാത്രകൾ വളരെ കുറവാണ്. അതിനാൽ
വശങ്ങളിലേക്കും ഉള്ളിലേക്കുമുള്ള ആകർഷണ ബലം എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഇതുമൂലം ജലോപരിതലം വലിഞ്ഞു മുറുകിയ ഒരു പാട പോലെ എന്ത് ചെയ്യും? പ്രവർത്തിക്കും. ഇതിന് കാരണമായ സവിശേഷതയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രതല ബലം അല്ലെങ്കിൽ സർഫേസ് ടെൻഷൻ എന്ന് അറിയപ്പെടുന്നത്. ജലത്തിൻ്റെ ഉപരിതലത്തിൽ എന്ത് ചെയ്യും? തന്മാത്രകൾക്ക് മുകളിൽ എന്ത് ചെയ്യും? ബാഷ്പ രൂപത്തിലുള്ള തന്മാത്രകൾ വളരെ കുറവായിരിക്കും. അപ്പോൾ ജലത്തിൻ്റെ ഉപരിതലത്തിൽ തന്മാത്രകൾക്ക് മുകളിൽ ബാഷ്പ രൂപത്തിലുള്ള തന്മാത്രകൾ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് എന്താണ്? ഈ വശങ്ങളിലേക്കും ഉള്ളിലേക്കുമുള്ള ആകർഷണ ബലം കൂടുതലും ആയിരിക്കും. അപ്പോൾ ജലോപരിതലത്തിലെ തന്മാത്രകൾക്ക് മുകളിൽ എന്ത് ചെയ്യാണ്? ബാഷ്പ രൂപത്തിലുള്ള തന്മാത്രകൾ വളരെ കുറവായതുകൊണ്ട് വശങ്ങളിലേക്കും ഉള്ളിലേക്കുമുള്ള ആകർഷണ ബലം കൂടുതലായിരിക്കും. അതുകൊണ്ട് എന്താ സംഭവിക്കുക? ജലോപരിതലം വലിഞ്ഞു മുറുകിയ ഒരു പാട പോലെ പ്രവർത്തിക്കും. അപ്പോൾ ഈ ഒരു കാരണം, ഈ ഒരു ആകർഷണ ബലം, വശങ്ങളിലേക്കും ഉള്ളിലേക്കുമുള്ള ആകർഷണ ബലം കൂടുതൽ കാരണം എന്ത് ചെയ്യും? ജലോപരിതലം വലിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും? മുറുകിയ ഒരു പാട പോലെ ആയിട്ട് പ്രവർത്തിക്കുന്നു. ഈ ഇങ്ങനെ മുറുകിയ ഒരു പാട പോലെയായി പ്രവർത്തിക്കുന്ന ഈ ഒരു പ്രതിഭാസത്തിന് കാരണമായ സവിശേഷതയാണ് നമ്മളെന്ത്? പ്രതലബലം എന്ന് പറയുന്നത്. അപ്പോൾ ജലത്തിൻ്റെ പ്രതലബലം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ജലത്തിൻ്റെ ഉപരിതലത്തിൽ തന്മാത്രകൾക്ക് മുകളിൽ എന്ത് ചെയ്യാണ്? ബാഷ്പ രൂപത്തിലുള്ള തന്മാത്രകൾ കുറവായതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? വശങ്ങളിലേക്കും ഉള്ളിലേക്കുമുള്ള ആകർഷണ ബലം കൂടും. ഇങ്ങനെ ആകർഷണ ബലം കൂടുമ്പോൾ എന്ത് ചെയ്യും? ജലോപരിതലം എന്ത് ചെയ്യും? വലിഞ്ഞു മുറുകിയ ഒരു പാട പോലെ പ്രവർത്തിക്കും. ഈ ഒരു പ്രതിഭാസത്തെയാണ് ജലത്തിൻ്റെ അല്ലെങ്കിൽ ഇങ്ങനെ പാട പോലെ വലിഞ്ഞു മുറുകാൻ കാരണമായ ഈ ഒരു പ്രതിഭാസത്തെ, ഈ ഒരു സവിശേഷതയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജലത്തിൻ്റെ പ്രതലബലം എന്ന് പറയുന്നത്. ബ്ലേഡ് നമ്മൾ വെള്ളത്തിലിട്ടാൽ പൊങ്ങി കിടക്കുന്നതും അതുപോലെ ചെറു പ്രാണികൾ ജലോപരിതലത്തിൽ ഓടി നടക്കാൻ കഴിയുന്നതൊക്കെ ഈ ജലത്തിൻ്റെ പ്രതലബലം എന്നുള്ള സവിശേഷത കൊണ്ടാണ്. ബ്ലേഡ് നമ്മൾ വെള്ളത്തിലിട്ടാൽ പൊങ്ങിക്കിടക്കുന്നതും അതുപോലെ ചെറു പ്രാണികൾക്കൊക്കെ വെള്ളത്തിന് മുകളിൽ ഓടി നടക്കാൻ കഴിയുന്നതൊക്കെ ഈ വെള്ളത്തിൻ്റെ പ്രതലബലം എന്നുള്ള സവിശേഷത കൊണ്ടാണ്. ചിലപ്പോൾ നമുക്ക് എക്സാമ്പിൾ തന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ അതിനുള്ള കാരണം ഇതാണ് എന്ന് മനസ്സിലാക്കാം. ബ്ലേഡ് വെള്ളത്തിലിട്ടാൽ പൊങ്ങി കിടക്കുന്നതിൻ്റെ ജലത്തിൻ്റെ എന്ത് പ്രത്യേകത കാരണമാണ്? പ്രതലബലം എന്നുള്ള ജലത്തിൻ്റെ സവിശേഷത കാരണമാണ്. പ്രതലബലം എന്ത് ചെയ്യും? ഒരു ദ്രാവകത്തിൻ്റെ പ്രതല പരപ്പളവ് കുറക്കുന്ന തരത്തിലാണ് അനുഭവപ്പെടുന്നത്. പ്രതലബലം എന്ന് പറഞ്ഞാൽ അത് ഒരു ദ്രാവകത്തിൻ്റെ പ്രതലത്തിലുള്ള പരപ്പളവ് അല്ലെങ്കിൽ വിസ്തീർണം കുറക്കുന്ന തരത്തിലാണ് എപ്പോഴും അനുഭവപ്പെടുന്നത്. ഒരു നിശ്ചിത മാസ് പദാർത്ഥത്തിന് ഉപരിതല പരപ്പളവ് എപ്പോഴും കുറഞ്ഞിരിക്കുന്നത് ഗോളാകൃതിയിലായിരിക്കുമ്പോഴാണ്. അപ്പോൾ ഒരു നിശ്ചിത മാസ് പദാർത്ഥത്തിൻ്റെ ഉപരിതല പരപ്പളവ് എപ്പോഴും കുറഞ്ഞിരിക്കുന്നത് എവിടെയാണ്? അല്ലെങ്കിൽ ഗോള രൂപത്തിൽ നിൽക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഗോളാകൃതിയിൽ ആയിരിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് ചെറു ദ്രാവകത്തുള്ളികൾ ഗോളാകൃതി പ്രാപിക്കുന്നത്. പ്രതലബലം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ദ്രാവകത്തിൻ്റെ പ്രതല പരപ്പളവ് കുറക്കുന്ന തരത്തിലാണ് അനുഭവപ്പെടുക. പ്രതലബലം അനുഭവപ്പെടുന്നത് എപ്പോഴും എന്താണ്? ഒരു പ്രതലബലത്തിൻ്റെ പരപ്പളവ് കുറക്കുന്ന രൂപത്തിലാണ് അനുഭവപ്പെടാറുള്ളത്. ഇപ്പോൾ ഒരു നിശ്ചിത മാസ് പദാർത്ഥത്തിന് അല്ലെങ്കിൽ ഒരു പദാർത്ഥത്തിൻ്റെ ഉപരിതല പരപ്പളവ് ഏറ്റവും കുറഞ്ഞിരിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗോളാകൃതി ആയിരിക്കുമ്പോഴാണ്. അപ്പോൾ ഗോളാകൃതിയിലാണ് എന്ത് ചെയ്യുക? പദാർത്ഥത്തിൻ്റെ ഉപരിതല പരപ്പളവ് ഏറ്റവും കുറഞ്ഞിരിക്കുക. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ചെറു ദ്രാവകത്തുള്ളികളൊക്കെ നമുക്ക് ഗോളാകൃതി പ്രാപിക്കുന്നത് കാരണം. ചെറു ദ്രാവകത്തുള്ളികളൊക്കെ ഗോളാകൃതി പ്രാപിക്കുന്നതിന് കാരണം എന്താണ്? ഈ ഒരു പ്രതല പരപ്പളവ് എന്നുള്ള സവിശേഷത കൊണ്ടാണ്. ഇനി ഇവിടെ അലക്ക് സോപ്പ്, നമ്മൾ സോപ്പിൻ്റെ ഉപയോഗം പറയണം. ഈ പ്രതല പരപ്പളവിൻ്റെ കാര്യം തന്നെ പറയുമ്പോൾ നോട്ട് ചെയ്യേണ്ട പോയിൻ്റാണ് അലക്കും സോപ്പും എന്നുള്ള ഈ ഒരു പോയിൻ്റ് ഇവിടെ പറയണത്. വസ്ത്രങ്ങളിൽ അഴുക്ക് നീങ്ങാൻ എന്ത് ചെയ്യണം? നൂലിലകളിലൂടെ ജലം നന്നായിട്ട് കടന്നു പോകണം. വസ്ത്രങ്ങളിൽ അഴുക്ക് പോകണമെങ്കിൽ വസ്ത്രത്തിൻ്റെ നൂലിലകളിലൂടെ ജലം നന്നായിട്ട് കടന്നു പോകണം. അപ്പോൾ ജലതന്മാത്രകളുടെ പരസ്പരാകർഷണം കുറച്ചാൽ മാത്രമേ എന്ത് ചെയ്യും? ഇത് സാധ്യമാവുള്ളൂ. അതുകൊണ്ട് ജലത്തിൻ്റെ പ്രതലബലം കുറക്കണം. അപ്പോൾ നമ്മൾ അലക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ജലത്തിൻ്റെ പ്രതലബലം കുറക്കുകയാണ് അലക്കുമ്പോൾ സംഭവിക്കുന്നത്. അതിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ സോപ്പുകൾ. സോപ്പിന് ജലത്തിൻ്റെ പ്രതലബലം കുറക്കാൻ കഴിയുന്നു. അതിനാൽ സോപ്പ് ഉപയോഗിച്ച് അലക്കാൻ എളുപ്പത്തിൽ കഴിയും. സോപ്പിൻ്റെ പ്രത്യേകത എന്താണ്? ജലത്തിൻ്റെ പ്രതലബലം കുറക്കാൻ സഹായിക്കുന്നതാണ് സോപ്പ്.
അപ്പോൾ നമ്മൾ അലക്കുമ്പോൾ അതിൽ നൂലിൻ്റെ ഇഴകൾക്ക് ഇടയിലൂടെ ഇറങ്ങി ചളി പോകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ജലത്തിൻ്റെ പ്രതലബലം കുറക്കും. അതുകൊണ്ടാണ് നമ്മൾ സോപ്പ് ഉപയോഗിക്കുന്നത്. സോപ്പ് ഉപയോഗിക്കുമ്പോൾ ജലത്തിൻ്റെ പ്രതലബലം കുറയും. അതുകൊണ്ട് എന്ത് ചെയ്യും, നന്നായിട്ട് പെട്ടെന്ന് അലക്കാൻ കഴിയും. സോപ്പ് തന്മാത്രകൾ വസ്ത്രങ്ങളിലെ അഴുക്കു കണങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ജലതന്മാത്രകളെ ആകർഷിക്കുകയും ജലത്തിൻ്റെ പ്രതലബലം കുറയ്ക്കുകയും ചെയ്യും. ഇതിനാൽ ജലതന്മാത്രകളോടൊപ്പം എന്ത് ചെയ്യും, അഴുക്കു കണങ്ങൾ വസ്ത്രത്തിൽ നിന്ന് എളുപ്പം നീക്കം ചെയ്യപ്പെടും. അപ്പോൾ നമ്മൾ ജലത്തിൻ്റെ പ്രതലബലം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്, സോപ്പ് ഉപയോഗിക്കുന്നത്. ജലത്തിൻ്റെ പ്രതലബലം കുറയ്ക്കേണ്ട ആവശ്യം എന്താണ്, നമ്മളെ വസ്ത്രത്തിൻ്റെ നൂലുകളിലൂടെ ചെന്നുകൊണ്ട് അഴുക്ക് വലിച്ചെടുക്കണം, അല്ലെങ്കിൽ അഴുക്ക് കളയണമെങ്കിൽ എന്ത് ചെയ്യും, ജലത്തിൻ്റെ പ്രതലബലം കുറയ്ക്കേണ്ടി വരും. അപ്പോൾ ജലത്തിൻ്റെ പ്രതലബലം കുറയ്ക്കാൻ നമ്മൾ ചെയ്യുന്ന കാര്യമാണ് എന്ത്, സോപ്പ് ഉപയോഗിക്കുന്നത്. അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ജലത്തിലെ ഘടകങ്ങൾ നമുക്കറിയാം. ജലത്തിലെ പ്രധാന ഘടകങ്ങൾ ഹൈഡ്രജനും ഓക്സിജനുമാണ്. നമ്മൾ ജലത്തിൻ്റെ എഴുതുമ്പോൾ 2 ഹൈഡ്രജനും 1 ഓക്സിജനും ആറ്റം ചേർന്നതാണ് എന്ത്, ജലം. H2O എന്നാണ് നമ്മൾ രാസസൂത്രവാക്യം എഴുതാറുള്ളത്. ഇപ്പോൾ ജലത്തിലെ ഘടകങ്ങളാണ് ഹൈഡ്രജനും ഓക്സിജനും, നമുക്കറിയുന്ന കാര്യങ്ങളാണ്. ഇനി നമുക്ക് ഹൈഡ്രജനും ഓക്സിജനും ജലത്തിൽ നിന്ന് വേർതിരിക്കാനുള്ള പ്രക്രിയ എന്താണ്, വൈദ്യുത വിശ്ലേഷണത്തിലൂടെ നമുക്ക് വേർതിരിക്കാം. വൈദ്യുത വിശ്ലേഷണത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ജലത്തിൽ നിന്ന് ഓക്സിജനെയും ഹൈഡ്രജനെയും വേർതിരിക്കാം. ഇനി ഇവിടെയും പരീക്ഷണങ്ങളാണ്, കുറച്ച് പരീക്ഷണങ്ങൾ നമുക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. പോസിറ്റീവ് ധ്രുവങ്ങളായി ഘടിപ്പിച്ച ടെസ്റ്റ് ട്യൂബിൽ ശേഖരിച്ച അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ചന്ദനത്തിരി ആളിക്കത്താൻ സഹായിച്ച ഈ വാതകം എന്താണ്, ഓക്സിജനാണ്. അപ്പോൾ കത്താൻ സഹായിക്കുന്ന വാതകമാണ് എന്ത്, ഓക്സിജൻ. കത്താൻ സഹായിക്കുന്ന വാതകം ഏതാണ്, ഓക്സിജൻ കത്താൻ സഹായിക്കുന്ന വാതകമാണ്. എന്നാൽ ചെറിയൊരു ശബ്ദത്തോടു കൂടി കത്തുന്ന വാതകം ഏതാണ്, ഹൈഡ്രജനാണ്. ചെറിയൊരു ശബ്ദത്തോടു കൂടി കത്തുന്ന വാതകം ഹൈഡ്രജനാണ്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പ്രത്യേകത എന്താണ്, കാർബൺ ഡൈ ഓക്സൈഡ് നമ്മളെ തീ കെടുത്താനാണ് ഉപയോഗിക്കുന്നത്. തീയെ അണക്കുന്ന വാതകമാണെന്ത്, കാർബൺ ഡൈ ഓക്സൈഡ്. അതുകൊണ്ടാണ് നമ്മൾ ഊതുമ്പോൾ വിളക്ക് കത്തിച്ച് വെച്ച വിളക്ക് നമ്മൾ ഊതുമ്പോൾ കെട്ടുപോകാൻ കാരണം നമ്മൾ ഊതുമ്പോൾ അതിലേക്ക് പുറത്ത് വരുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ്. അപ്പോൾ തീയെ അണക്കാൻ ഉപയോഗിക്കുന്നതാണിത്, കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ നമ്മളറിയാം ജലതന്മാത്രയെ H2O എന്ന് സൂചിപ്പിക്കുന്നു എന്നൊക്കെ നമുക്ക് അറിയുന്ന ബേസിക് കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്നും കൂടുതൽ പറഞ്ഞ് പോകാത്തത്. ഇനി ജലതന്മാത്രയുടെ ബോൾ ആൻഡ് സ്റ്റിക്ക് മാതൃക, ജലതന്മാത്രകളുടെ ബോൾ ആൻഡ് സ്റ്റിക്ക് മാതൃക. ഈ നീലയിലുള്ള 2 എന്ത്, ഹൈഡ്രജൻ ആറ്റങ്ങൾ. അപ്പോൾ 2 ഹൈഡ്രജനും ചുവപ്പ് കളറുള്ളത് ഓക്സിജൻ ആറ്റമാണ്. 2 ഹൈഡ്രജൻ ആറ്റവും 1 ഓക്സിജൻ ആറ്റവും ചേർന്നാൽ ജലമായി. H2O എന്നാണ് ജലതന്മാത്രയുടെ രാസസൂത്രവാക്യം. ഇനി ജലം ലോഹവുമായുള്ള പ്രവർത്തനം. ഇത് നമ്മൾ മുൻ മൊഡ്യൂളിൽ പറഞ്ഞതാണ്. ജലത്തിൻ്റെ സാന്നിധ്യത്തിൽ എന്ത് ചെയ്യും, ഇരുമ്പ് തുരുമ്പിക്കുമെന്ന് നമ്മൾ മുൻപ് മനസ്സിലാക്കിയതാണ്. ജലത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇരുമ്പ് തുരുമ്പിക്കും. കാരണം ജലത്തിലെ ജലത്തിലെ വാതകങ്ങളുമായിട്ട് തന്മാത്രകളുമായിട്ടുള്ള പ്രവർത്തനം ഫലമായിട്ടാണ് എന്ത്, ഇരുമ്പ് തുരുമ്പിക്കുന്നത്. അതേപോലെ സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം എന്നിവ തണുത്ത ജലവുമായി പ്രവർത്തിച്ചാൽ എന്ത് ചെയ്യും, ഹൈഡ്രജൻ പുറത്തു വിടും. അപ്പോൾ നമ്മൾ സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം എന്നിവ തണുത്ത ജലവുമായി പ്രവർത്തിച്ചാൽ എന്ത് ചെയ്യും, ഹൈഡ്രജൻ ലോഹം പുറത്തു വിടും. ഹൈഡ്രജൻ വാതകങ്ങളാണ് പുറത്തു പോകുന്നത്. ഇനി ഇവിടെ മഗ്നീഷ്യം ഉപയോഗിച്ചുകൊണ്ട് ജലം ഇതാക്കിയാൽ എന്തുണ്ടാവും, അപ്പോൾ അവിടെ മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാവും. Mg+H2O പ്രവർത്തിച്ചാൽ MgO ഉണ്ടാവും. മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാവും, കൂടെ ഹൈഡ്രജനും ഉണ്ടാവും. മഗ്നീഷ്യം ചൂടുള്ള ജലവുമായും ഇരുമ്പ് നീരാവിയുമായും പ്രവർത്തിച്ച് ഹൈഡ്രജൻ വാതകം എന്ത് ചെയ്യും, പുറത്തുവിടും. ചെമ്പ്, വെള്ളി, സ്വർണം, പ്ലാറ്റിനം മുതലായ ലോഹങ്ങൾക്ക് ജലവുമായി പ്രവർത്തനമില്ല. ഇപ്പോൾ ജലവുമായി പ്രവർത്തനമില്ലാത്ത ലോഹങ്ങളാണ് എന്ത്, ചെമ്പ്, വെള്ളി, സ്വർണം, പ്ലാറ്റിനം. ചെമ്പ്, വെള്ളി, സ്വർണം, പ്ലാറ്റിനം എന്നിവ എന്ത് ചെയ്യും, ജലവുമായിട്ട് പ്രവർത്തിക്കില്ല. ബാക്കി ഒട്ടുമിക്ക മൂലങ്ങൾ എന്ത് ചെയ്യും, ബാക്കിയുള്ളവയൊക്കെ എന്ത് ചെയ്യും, ലോഹങ്ങളൊക്കെ ഒരുവിധം എല്ലാ ലോഹങ്ങളും ജലവുമായിട്ട് പ്രവർത്തിക്കുന്നു. ഇനി നമ്മൾ ജലത്തെക്കുറിച്ച് മുമ്പ് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞതാണ് ജലം സാർവിക ലായകം.
ജലത്തിന് മിക്ക സാധനങ്ങളും ജലത്തിന് ലയിപ്പിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് എന്തിന് ജലത്തിന് സാർവിക ലായകം അല്ലെങ്കിൽ യൂണിവേഴ്സൽ സോൾവെൻ്റ് എന്ന് പറയാനുള്ള കാരണം. മിക്ക മിക്ക പദാർത്ഥങ്ങളെയും ലയിപ്പിക്കാനുള്ള കഴിവ് ജലത്തിനുണ്ട്. അതുകൊണ്ടാണ് ജലത്തിനെ നമ്മൾ എന്ത് പറയുന്നത് യൂണിവേഴ്സൽ സോൾവെൻ്റ് അല്ലെങ്കിൽ സാർവിക ലായകം എന്ന് പറയുന്നത്. ഇനി ജലത്തിൻ്റെ പ്രത്യേകത എന്താണ്? ശുദ്ധജലത്തിന് ആസിഡിൻ്റെയോ ആൽക്കലിയുടെയോ സ്വഭാവമില്ലാത്തതിനാൽ ജലത്തെ നിർവീര്യ ലായകം അല്ലെങ്കിൽ ന്യൂട്രൽ സോൾവെൻ്റ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ജലത്തിൻ്റെ പ്രത്യേകത എന്താണ്? ശുദ്ധജലത്തിന്, കുടിവെള്ളമല്ല പറയുന്നത്, ശുദ്ധജലമാണ്. രണ്ടും രണ്ടായിട്ടാണ് മനസ്സിലാക്കണം. ശുദ്ധജലത്തിൻ്റെ pH മൂല്യം എത്രയാണ്? 7 7 എന്ന് പറയുമ്പോൾ എന്താണ്? pH സ്കെയിലിലെ 7 എന്ന നമ്പർ നിർവീര്യം എന്നതാണ് അവസ്ഥ. 7 കുറവാണെങ്കിൽ അത് ആസിഡും 7 കൂടുതലാണെങ്കിൽ അത് ആൽക്കലിയുമാണ്. അപ്പോൾ ഇവിടെ നമ്മളെന്താണ് ശുദ്ധജലത്തിന് ആസിഡിൻ്റെയോ ആൽക്കലിയുടെയോ സ്വഭാവം ഇല്ലാത്തതിനാൽ ശുദ്ധജലത്തിനെ നമ്മൾ എന്ത് ചെയ്യും? നിർവീര്യ ലായകം അല്ലെങ്കിൽ ന്യൂട്രൽ സോൾവെൻ്റ് എന്ന് വിളിക്കും. നിർവീര്യ ലായകം അല്ലെങ്കിൽ ന്യൂട്രൽ സോൾവെൻ്റ് എന്നാണ് നമ്മൾ ശുദ്ധജലത്തെ വിളിക്കുന്നത്. അപ്പോൾ ശുദ്ധജലത്തിന് എന്ത് ചെയ്യും? ആസിഡിൻ്റെയോ ആൽക്കലിയുടെയോ സ്വഭാവം ഇല്ല. അതുകൊണ്ടാണ് നിർവീര്യ ലായകം എന്ന് വിളിക്കാൻ കാരണം. നമ്മളെ കുടിവെള്ളത്തിൻ്റെ pH മൂല്യം എത്രയാണ്? 6.5 മുതൽ 7.5 വരെയാണ് എന്ത് കുടിവെള്ളത്തിൻ്റെ, നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ pH മൂല്യം. ശുദ്ധജലത്തിൻ്റെ pH മൂല്യം എപ്പോഴും 7 ആയിരിക്കും. അതൊരു നിർവീര്യ ലായനിയാണ്. അപ്പോൾ നിർവീര്യ ലായകമായതുകൊണ്ടാണ് എന്ത് ശുദ്ധജലത്തിൻ്റെ pH മൂല്യം 7 ആയിരിക്കാൻ കാരണം. അതിന് ആസിഡിൻ്റെയോ ആൽക്കലിയുടെയോ സ്വഭാവമില്ല. രണ്ടിൻ്റെയും സ്വഭാവമില്ലാത്തത് കൊണ്ടാണ് അതിനെ നിർവീര്യം അല്ലെങ്കിൽ ന്യൂട്രൽ സോൾവെൻ്റ്, നിർവീര്യ ലായകം എന്ന് പറയാൻ കാരണം. നിരവധി വസ്തുക്കളെ ലയിപ്പിക്കുന്നതിനാലും വ്യാപകമായി ലായനികൾ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്നതിനാലും ജലം ഒരു സാർവിക ലായകമാണ്. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് നിരവധി വസ്തുക്കളെ ലയിപ്പിക്കാനുള്ള കഴിവുണ്ട്. അതേപോലെ വ്യാപകമായി ലായനികൾ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്നതും എന്താണ്? ജലമാണ്. അതുകൊണ്ടാണ് ജലത്തിന് സാർവിക ലായകം എന്ന് പറയുന്നത്. അടുത്തതാണ് മൃദുജലവും അതുപോലെ കഠിനജലവും, സോഫ്റ്റ് വാട്ടർ ആൻഡ് ഹാർഡ് വാട്ടർ. അതെന്താണെന്നുള്ളത് നോക്കാം. സോഫ്റ്റ് വാട്ടർ ആൻഡ് ഹാർഡ് വാട്ടർ. സോപ്പ് നന്നായി പതയാത്ത ജലത്തെ കഠിനജലം എന്നും, നന്നായി പതിയുന്ന അല്ലെങ്കിൽ സോപ്പ് നന്നായിട്ട് പതയാത്ത ജലത്തെയാണ് നമ്മളെന്ത് കഠിനജലം അല്ലെങ്കിൽ ഹാർഡ് വാട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അത് പതയാതിരിക്കാൻ എന്താണ് കാരണം? സോപ്പ് നന്നായി പതയാതിരിക്കാനുള്ള കാരണം ഇവിടെ ജലത്തിൻ്റെ കാഠിന്യത്തിന് കാരണം എന്താണ്? അതിൽ ലയിച്ചു ചേർന്ന കാൽഷ്യം മഗ്നീഷ്യം ലവണങ്ങളാണ്. അപ്പോൾ ഒരു ജലത്തിൻ്റെ കാഠിന്യത്തെ സ്വാധീനിക്കുന്ന ലവണങ്ങൾ ഏതൊക്കെയാണ്? കാൽഷ്യവും മഗ്നീഷ്യവുമാണ്. അപ്പോൾ ജലത്തിൻ്റെ കാഠിന്യത്തെ സ്വാധീനിക്കുന്ന ലവണങ്ങൾ കാൽഷ്യവും മഗ്നീഷ്യവുമാണ്. എന്താണ് മൃദുജലം അല്ലെങ്കിൽ എന്താണ് കഠിനജലം അല്ലെങ്കിൽ ഹാർഡ് വാട്ടർ എന്ന് പറയുന്നത്? കഠിനജലം ഹാർഡ് വാട്ടർ എന്ന് പറയുന്നത് സോപ്പ് പതയാത്ത ജലത്തെയാണ് നമ്മൾ കഠിനജലം അല്ലെങ്കിൽ ഹാർഡ് വാട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സോപ്പ് പതയാതെ ഇരിക്കാൻ അല്ലെങ്കിൽ ഇത് കഠിനജലമാകാനുള്ള കാരണം എന്താണ്? അതിലെ ലവണങ്ങളായ കാൽഷ്യം മഗ്നീഷ്യം എന്നിവയുടെ പ്രത്യേകതയാണ്. അപ്പോൾ ഈ കഠിനജലത്തിൻ്റെ കാഠിന്യത്തിന് കാരണം എന്താണ്? കാൽഷ്യവും മഗ്നീഷ്യവുമാണ്. അപ്പോൾ കഠിനജലത്തിൻ്റെ കാഠിന്യത്തിന് കാരണമായ ലവണങ്ങളാണ് കാൽഷ്യവും മഗ്നീഷ്യവും. കഠിനജലം എന്ന് പറഞ്ഞാൽ എന്താണ്? സോപ്പ് പതയാത്ത ജലമാണ് കഠിനജലം. അതിൻ്റെ കാഠിന്യത്തിന് കാരണമായ ലവണങ്ങൾ ഏതൊക്കെയാണ്? കാൽഷ്യവും മഗ്നീഷ്യവുമാണ്. കാൽഷ്യവും മഗ്നീഷ്യവുമാണ് എന്ത് കഠിനജലത്തിൻ്റെ കാഠിന്യത്തിന് കാരണമായ ലവണങ്ങൾ. കഠിനജലം എന്ന് പറഞ്ഞാൽ സോപ്പ് പതയാത്ത ജലമാണ്. ഇനി സോപ്പ് പതയുന്ന ജലങ്ങൾ അപ്പോൾ എന്തായിരിക്കും? മൃദുജലം എന്നാണ് പറയുന്നത്, സോഫ്റ്റ് വാട്ടർ. ഇപ്പോൾ സോപ്പ് പതയുന്ന ജലത്തെയാണ് നമ്മൾ സോഫ്റ്റ് വാട്ടർ അല്ലെങ്കിൽ മൃദുജലം എന്ന് പറയുന്നത്. സോപ്പ് നന്നായി പതയുന്ന ജലത്തെ മൃദുജലം എന്ന് വിളിക്കുന്നു. അപ്പോൾ നമ്മൾ ഹാർഡ് വാട്ടർ എന്താണെന്നും സോഫ്റ്റ് വാട്ടർ എന്താണെന്നുമാണ് ഇതിൽ പറഞ്ഞത്. ഹാർഡ് വാട്ടർ എന്താണ് അല്ലെങ്കിൽ കഠിനജലം എന്താണ്? സോപ്പ് നന്നായി പതയാത്ത ജലമാണ് കഠിനജലം. സോപ്പ് നന്നായി പതയുന്ന ജലമാണ് സോഫ്റ്റ് വാട്ടർ അല്ലെങ്കിൽ മൃദു ജലം.
ഇനി കഠിനജലത്തിൻ്റെ കാഠിന്യത്തിന് കാരണമായ ലവണങ്ങളായിരുന്നു കാൽഷ്യവും മഗ്നീഷ്യവുമാണ്. കാൽഷ്യവും മഗ്നീഷ്യവുമാണ്. Km കാൽഷ്യം മഗ്നീഷ്യം. കാൽഷ്യവും മഗ്നീഷ്യവുമാണ് എന്താണ്? കാൽഷ്യവും മഗ്നീഷ്യവുമാണ് കഠിനജലത്തിൻ്റെ കാഠിന്യത്തിന് കാരണമായ ലവണങ്ങൾ. ബൈകാർബണേറ്റ് കലർന്ന ജലത്തിൻ്റെ കാഠിന്യം തിളപ്പിച്ചപ്പോൾ മാറി. ഇത്തരം കാഠിന്യം ജലത്തിൻ്റെ താൽക്കാലിക കാഠിന്യം അല്ലെങ്കിൽ ടെമ്പററി ഹാർഡ്നെസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ബൈകാർബണേറ്റ് കലർന്ന ജലമൊക്കെ എന്ത് ചെയ്യും? അതിൻ്റെ കാഠിന്യം നമ്മൾ തിളപ്പിക്കുമ്പോൾ മാറും. അപ്പോൾ ഇങ്ങനെ തിളപ്പിച്ചാൽ മാറുന്ന ജലത്തിൻ്റെ കാഠിന്യത്തെയാണ് അല്ലെങ്കിൽ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജലത്തിൻ്റെ താൽക്കാലിക കാഠിന്യം അല്ലെങ്കിൽ ടെമ്പററി ഹാർഡ്നെസ് എന്ന് പറയുന്നത്. തിളപ്പിച്ച് നീക്കം ചെയ്യാൻ കഴിയുന്ന കാഠിന്യമാണെന്ത്? ടെമ്പററി ഹാർഡ്നെസ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളെ ബൈകാർബണേറ്റ് കലർന്ന ജലം തിളപ്പിക്കുമ്പോൾ എന്ത് ചെയ്യും? അത് സോഫ്റ്റ് വാട്ടറായിട്ട് മാറും. തിളപ്പിച്ച് നീക്കം ചെയ്യാൻ കഴിയുന്ന കാഠിന്യമാണ് താൽക്കാലിക കാഠിന്യം അല്ലെങ്കിൽ ടെമ്പററി ഹാർഡ്നെസ് എന്ന് അറിയപ്പെടുന്നത്. എന്നാൽ ഇനി സൾഫേറ്റുകൾ ലയിപ്പിച്ച ജലത്തിൻ്റെ കാഠിന്യം എന്ത് ചെയ്യും? നമ്മൾ എത്ര തിളപ്പിച്ചാലും എന്ത് ചെയ്യും? അത് മാറില്ല. അപ്പോൾ ഇത്തരം കാഠിന്യത്തെ നമ്മൾ സ്ഥിര കാഠിന്യം അല്ലെങ്കിൽ പെർമനൻറ്റ് ഹാർഡ്നെസ് എന്ന് പറയും. അനുയോജ്യമായ രാസവസ്തുക്കൾ ഉപയോഗിച്ച് മാത്രമാണ് എന്ത് ചെയ്യുക? ഇത്തരം കാഠിന്യം നീക്കം ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ നമുക്ക് തിളപ്പിച്ചാൽ നീക്കം ചെയ്യാൻ കഴിയുന്ന, തിളപ്പിച്ചാൽ മാറുന്ന കാഠിന്യം മാറിയെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യും? ടെമ്പററി ഹാർഡ്നെസ് അല്ലെങ്കിൽ താൽക്കാലിക കാഠിന്യം എന്ന് പറയും. നമ്മൾ കാർബണേറ്റ് ചേർത്ത വെള്ളങ്ങൾ പറഞ്ഞു. ഇനി സൾഫേറ്റ് ലയിപ്പിച്ച വെള്ളങ്ങൾ നമ്മൾ എത്ര തിളപ്പിച്ചാലും എന്ത് ചെയ്യും? അതിൻ്റെ കാഠിന്യം മാറില്ല. അപ്പോൾ ഇത്തരം കാഠിന്യത്തെ നമ്മൾ സ്ഥിര കാഠിന്യം അല്ലെങ്കിൽ പെർമനൻറ്റ് ഹാർഡ്നെസ് എന്ന് പറയും. അപ്പോൾ ഇതിലെ കാഠിന്യം വേർതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? രാസവസ്തുക്കൾ ഉപയോഗിച്ച് മാത്രമാണ് എന്ത് ഈ ജലത്തിൻ്റെ കാഠിന്യം നമുക്ക് വേർതിരിക്കാൻ അല്ലെങ്കിൽ കാഠിന്യം കുറക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നമ്മൾ ജലത്തിൻ്റെ കാഠിന്യത്തിൽ പറഞ്ഞു, കഠിനജലം പറഞ്ഞു, സോപ്പ് നന്നായി പതക്കുന്ന ജലമാണ് കഠിനജലം എന്ന് പറഞ്ഞു. അതുപോലെ മൃദുജലം എന്ന് പറഞ്ഞാൽ എന്താണ്? സോപ്പ് നന്നായി പതക്കാത്ത ജലമാണ് കഠിനജലം. മൃദുജലമാണെങ്കിലോ സോപ്പ് നന്നായിട്ട് പതക്കുന്ന ജലമാണെന്ത്? മൃദുജലം. ഇനി കഠിനജലത്തിൻ്റെ കാഠിന്യത്തിന് കാരണങ്ങളായ ലവണങ്ങൾ ഏതൊക്കെയെന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ്? കാൽഷ്യവും മഗ്നീഷ്യവുമാണ് കഠിനജലത്തിൻ്റെ കാഠിന്യത്തിന് കാരണമായ ലവണങ്ങൾ എന്ന് പറഞ്ഞു. ഇനി താൽക്കാലിക കാഠിന്യജലം അല്ലെങ്കിൽ ടെമ്പററി ഹാർഡ്നെസ് താൽക്കാലിക കാഠിന്യം അല്ലെങ്കിൽ ടെമ്പററി ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ബൈകാർബണേറ്റ് കലർന്ന വെള്ളങ്ങളൊക്കെ തിളപ്പിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിൻ്റെ ഹാർഡ്നെസ് കുറയും. ഉദാഹരണം പറയുകയാണെങ്കിൽ ബൈകാർബണേറ്റ് കലർന്ന ജലങ്ങളൊക്കെ എന്ത് ചെയ്യും? തിളപ്പിച്ചാൽ അതിൻ്റെ കാഠിന്യം കുറയും. ഇത്തരം ജലങ്ങളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? താൽക്കാലിക കാഠിന്യം അല്ലെങ്കിൽ ടെമ്പററി ഹാർഡ്നെസ് എന്ന് പറയുന്നത്. ഇനി സ്ഥിരകാഠിന്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സൾഫേറ്റ് ലയിപ്പിച്ച വെള്ളം എത്ര തിളപ്പിച്ചാലും അതിൻ്റെ കാഠിന്യം മാറില്ല. അപ്പോൾ ഇത്തരം ജലങ്ങളെ നമ്മൾ എന്ത് പറയും? ഇതിനെ നമ്മൾ സ്ഥിരകാഠിന്യം അല്ലെങ്കിൽ പെർമനൻറ്റ് ഹാർഡ്നെസ് എന്ന് പറയും. ഇതിൻ്റെ കാഠിന്യം ചെയ്യാൻ നമ്മൾ എന്താണ് വഴി? രാസവസ്തുക്കൾ ചേർത്താണ് ഇതിൻ്റെ കാഠിന്യം നമ്മൾ മാറ്റുന്നത്. അപ്പോൾ അത്രയാണ് അത് ജലത്തിൻ്റെ കാഠിന്യത്തെക്കുറിച്ച് പറയുന്നത്. ഇനി നമുക്ക് ഘനജലം എന്താണെന്ന് നോക്കാം. അതുപോലെ ജലത്തിൻ്റെ കാഠിന്യത്തെക്കുറിച്ചുള്ള ഒരു കോളുണ്ട്. അതേപോലെ താഴത്ത് ഘനജലം എന്നുള്ള ഒരു കോളമുണ്ട്. രണ്ടും നോക്കാം. ജലകാഠിന്യം. മഴവെള്ളം മണ്ണിലൂടെ അരിച്ചിറങ്ങുമ്പോൾ മണ്ണിലും പാറകളിലും അടങ്ങിയ കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ലവണങ്ങൾ ജലത്തിൽ ലയിച്ചു ചേരുന്നത് മൂലമാണെന്ത്? കഠിനജലം ഉണ്ടാകുന്നത്. നമ്മൾ കഠിനജലം എന്താണെന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെയാണ് ഈ കഠിനജലം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു. മഴവെള്ളം എന്ന് പറയുമ്പോൾ അതെന്താണ്? അത് ശുദ്ധജലമായിരിക്കും. അപ്പോൾ ഈ മഴവെള്ളം എന്ത് ചെയ്യും? മഴവെള്ളം മണ്ണിലൂടെ അരിച്ചിറങ്ങുമ്പോൾ എന്ത് ചെയ്യും? മണ്ണിൽ അതുപോലെ പാറകളിലൊക്കെ അടങ്ങിയിട്ടുള്ള മഗ്നീഷ്യവും കാൽസ്യത്തിൻ്റെയും ഒക്കെ ലവണങ്ങൾ ജലത്തിൽ ലയിച്ചു ചേരും. അപ്പോൾ നമ്മൾ മഴവെള്ളം മണ്ണിലൂടെയും അതുപോലെ പാറകളിലൂടെയൊക്കെ ഇങ്ങനെ ഒലിച്ചിറങ്ങുമ്പോൾ എന്ത് ചെയ്യും? അതിൽ കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ഒക്കെ ലവണങ്ങൾ ആ ജലത്തിൽ ലയിച്ച് ചേരും. അപ്പോൾ ഇങ്ങനെ ലയിച്ച് ചേരുന്നത് കൊണ്ടാണ് ഇത് കഠിനജലമായി മാറുന്നത്. കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ലവണങ്ങൾ എന്ത് ചെയ്യും? സോപ്പുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് അലിയാത്ത ലവണങ്ങളായി മാറുന്നതിനാൽ എന്ത് ചെയ്യും? കഠിനജലത്തിൽ സോപ്പ് എളുപ്പത്തിൽ പതയില്ല. അപ്പോൾ കഠിനജലത്തിൽ സോപ്പ് എളുപ്പത്തിൽ പതയാത്തതിന് ഒരു കാരണം എന്താണ്?
കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ലവണങ്ങൾ എന്താണ് ചെയ്യുക? സോപ്പുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് അലിയാത്ത ലവണങ്ങളായി മാറും. അതുകൊണ്ടാണ് കഠിന ജലത്തിൽ സോപ്പ് എളുപ്പത്തിൽ പതയാത്തത്. ഇപ്പോൾ കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ലവണങ്ങൾ എന്ത് ചെയ്യും? സോപ്പുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് അലിയാത്ത ലവണങ്ങളായിട്ട് മാറും. അങ്ങനെ മാറുമ്പോൾ എന്ത് ചെയ്യും? കഠിന ജലത്തിൽ സോപ്പ് നന്നായിട്ട് പതയില്ല. ഇപ്പോൾ കഠിന ജലം ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് പറയാം. മഴവെള്ളം മണ്ണിലൂടെ അല്ലെങ്കിൽ പാറകളിലേക്ക് ഒലിച്ചിറങ്ങുമ്പോൾ എന്ത് ചെയ്യും? അതിലേക്ക് കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ലവണങ്ങൾ കലർന്നുകൊണ്ടാണ് എന്ത്? കഠിന ജലം ഉണ്ടാകുന്നത്. ഇനി അതുപോലെ തന്നെ വേറൊരു ജലമാണ് ഘനജലം അല്ലെങ്കിൽ ഹെവി വാട്ടർ എന്ന് പറയുന്നത്. ഈ ഘനജലം ഉപയോഗിക്കുന്നത് എവിടെയാണ്? ആണവ റിയാക്ടറുകളിലാണ് ഘനജലം ഉപയോഗിക്കുന്നത്. ഘനജലത്തിൻ്റെ ഉപയോഗം നടക്കുന്നത് എവിടെയാണ്? ആണവ റിയാക്ടറുകളിലാണ് ഘനജലം ഉപയോഗിക്കുന്നത്. എന്താണ് ഘനജലം? ജലത്തിലുള്ള സാധാരണ ഹൈഡ്രജൻ ആറ്റങ്ങൾക്ക് പകരം ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പായ ഡ്യൂട്ടീരിയം അടങ്ങിയിരിക്കുന്ന ജലമാണ് ഘനജലം. ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകൾ നമുക്കറിയാം. ഡ്യൂട്ടീരിയം, ട്രിഷിയം എന്നിവയൊക്കെ എന്താണ്? ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകളാണ്. അപ്പോൾ ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പായ ഡ്യൂട്ടീരിയം അടങ്ങിയിരിക്കുന്ന ജലമാണ് എന്ത്? ഘനജലം. ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പായ ഡ്യൂട്ടീരിയം അടങ്ങിയിരിക്കുന്ന ജലമാണ് എന്ത്? ഘനജലം. സാധാരണ ഹൈഡ്രജൻ തന്മാത്രകൾക്ക് പകരം എന്ത് ചെയ്യാണ്? സാധാരണ ജലത്തിൽ എന്താണ്? സാധാ ഹൈഡ്രജൻ ആറ്റങ്ങളാണ് ഉണ്ടാകുക. എന്നാൽ ഡ്യൂട്ടീരിയം, ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പായ ഡ്യൂട്ടീരിയം അടങ്ങിയിരിക്കുന്ന ജലത്തെയാണ് നമ്മളെന്ത്? ഘനജലം എന്ന് പറയുന്നത്. ഘനജലം ന്യൂക്ലിയർ റിയാക്ടറുകളിലാണ് നമ്മൾ പറഞ്ഞ പോലെ ഘനജലം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പായ ഡ്യൂട്ടീരിയം അടങ്ങിയിരിക്കുന്ന ജലമാണ് ഘനജലം. ന്യൂക്ലിയർ റിയാക്ടറുകളിലാണ് ഘനജലം ഉപയോഗിക്കുന്നത്. ഘനജലം പ്രധാന പോയിൻ്റാണ് ഡ്യൂട്ടീരിയം, ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ്. ആണവ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ഡ്യൂട്ടീരിയം എന്നാണ് ഉത്തരം. അതുപോലെ തന്നെ ഡ്യൂട്ടീരിയം അടങ്ങിയിരിക്കുന്ന ജലമാണ് ഘനജലം. ഘനജലം എവിടെയാണ് ഉപയോഗിക്കുന്നത്? ആണവ റിയാക്ടറുകളിൽ. ഇനി ജലവും വാതകങ്ങളും. സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഏത് വാതകമാണ് ഉപയോഗിക്കുക? നമുക്കറിയാം, കാർബൺ ഡൈ ഓക്സൈഡാണ് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്. ജലജീവികളും ജലസസ്യങ്ങൾക്കും വാതകങ്ങൾ എങ്ങനെയാണ് ലഭിക്കുന്നത്? ജലജീവികൾക്ക് ലഭിക്കുന്നത് വെള്ളത്തിൽ നിന്നാണ്. സസ്യങ്ങൾക്കാണെങ്കിലോ അന്തരീക്ഷ വായുവിൽ നിന്നാണ് ലഭിക്കുന്നത്. അപ്പോൾ അക്വേറിയത്തിലേക്ക് തുടർച്ചയായി വായു കടത്തിവിടുന്നത് എന്തിനാണ്? ഈ ഒരു ജലത്തിലെ ഓക്സിജൻ കഴിയുമ്പോൾ അതിൽ നിറക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ വീണ്ടും അക്വേറിയത്തിലേക്ക് ഓക്സിജൻ വായു കടത്തിവിടുന്നത്. അക്വേറിയത്തിലെ മീനുകൾ ശ്വസിക്കുന്ന ഓക്സിജൻ എവിടെ നിന്നാണ്? അക്വേറിയത്തിലെ വെള്ളത്തിൽ നിന്നാണ് ലഭിക്കുക. ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് മുതലായ വാതകങ്ങൾ എന്ത് ചെയ്യും? ജലത്തിൽ ലയിക്കുന്ന വാതകങ്ങളാണ്. ജലത്തിൽ ലയിച്ചു ചേർന്ന ഓക്സിജനാണ് എന്ത്? ജലജീവികൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അളവ് കുറയുന്നതിനനുസരിച്ച് ജലം മലിനീകരണപ്പെടും. അപ്പോൾ ജീവികൾ ചത്തൊടുങ്ങാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്യണത്? ഇപ്പോൾ നമ്മൾ അക്വേറിയത്തിലൊക്കെ ആണെങ്കിൽ ഇടയ്ക്ക് വായു ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പുഴകളിലും കുളങ്ങളിലും ജൈവമാലിന്യങ്ങൾ തള്ളിയാൽ എന്ത് ചെയ്യും? അപ്പോഴും ആ ജലം മലിനമാകും. അതായത് ജലം മലിനമാകുക എന്ന് പറഞ്ഞാൽ എന്താണ്? ജലത്തിലെ ഓക്സിജൻ്റെ അളവ് കുറയുന്നതിനാണ് ജലം മലിനമാകുക എന്ന് പറയുന്നത്. നമ്മൾ ഈ പുഴകളിലും കുളങ്ങളിലൊക്കെ മാലിന്യങ്ങൾ തള്ളിയാൽ എന്ത് ചെയ്യും? ഇവ ജലത്തിൽ അഴുകുന്നതിന് വേണ്ടിയിട്ട് ഓക്സിജൻ ഉപയോഗിക്കും. നമ്മൾ ജൈവമാലിന്യങ്ങൾ ജലത്തിലും കുളങ്ങളിലൊക്കെ തള്ളിയാൽ അവ ജലത്തിൽ ലയിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഓക്സിജൻ ഉപയോഗിക്കും. അങ്ങനെ ഓക്സിജൻ ഉപയോഗിക്കുമ്പോൾ ഓക്സിജൻ്റെ അളവ് കുറയും. അങ്ങനെ ആ ജലം എന്ത് ചെയ്യും? അത് പിന്നെ ശുദ്ധജലമല്ലാതെ ആവും. അതായത് മലിനജലമായിട്ട് മാറും. ഓക്സിജൻ്റെ അളവ് കുറയും. അപ്പം അങ്ങനെ അത് മലിനജലമായി മാറി ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിലെ ജീവജാലങ്ങളൊക്കെ ചത്തൊടുങ്ങും. ജലമലിനീകരണം അല്ലെങ്കിൽ വാട്ടർ പൊല്യൂഷൻ, അതിപ്പോൾ നമ്മൾ വിശദമായിട്ട് പറഞ്ഞതാണ്. ഇനി അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ജലം മലിനമാകാനുള്ള വിവിധ പ്രവർത്തനങ്ങളാണ്. ഒന്ന്, ജലസ്രോതസ്സുകളിൽ മാലിന്യം നിക്ഷേപിക്കുന്നത് ജലമലിനീകരണത്തിന് കാരണമാവും. അമിതമായ രാസവള പ്രയോഗം ജലമലിനീകരണത്തിന് കാരണമാവും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ മണ്ണുകളിലൂടെ രാസവളങ്ങൾ അമിതമായി പ്രയോഗിച്ചാൽ മഴ പെയ്യുമ്പോൾ വെള്ളം മണ്ണിലൂടെ ഒഴുകുമ്പോൾ എന്ത് ചെയ്യും?
അത് അതിലെ വളങ്ങളിലെ ഘടകങ്ങൾ അതിൽ മിക്സായിട്ട് അതാണ് പിന്നെ നമ്മുടെ ജലസ്രോതസ്സുകളിലേക്ക് ഭൂഗർഭജലമായിട്ട് എത്തുക. അപ്പോൾ അതും ജലമലിനീകരണത്തിന് കാരണമാകും. അതുപോലെ ഡിറ്റർജൻറ്റുകളുടെ അമിതോപയോഗവും ജലത്തിൽ അലിഞ്ഞു ചേരുന്ന കീടനാശിനികളുടെ ഉപയോഗമൊക്കെ എന്ത് ചെയ്യും? ജലം മലിനമാകാൻ കാരണമാകും. മനുഷ്യൻ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്നാണ് എന്ത്? കുടിവെള്ളക്ഷാമം. അപ്പോൾ ഈ ജലം മലിനീകരണമായാൽ നിലവിൽ തന്നെ നമ്മൾ അനുഭവപ്പെടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് കുടിവെള്ളക്ഷാമം. അപ്പോൾ ഉള്ള ജലസ്രോതസ്സുകൾ കൂടി മലിനമാക്കിയാൽ എന്ത് ചെയ്യും? നമ്മുടെ കുടിവെള്ള പ്രശ്നം രൂക്ഷമാവുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അത് തടയുന്നതിന് വേണ്ടിയിട്ട് മഴവെള്ള സംഭരണി, അതുപോലെ മഴക്കുഴികൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ജലം എന്നുള്ള ഒരു ജീവജലം എന്നുള്ള ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഈ മൊഡ്യൂളിലെ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് പഠന പ്രവർത്തനത്തിൽ ചോദ്യങ്ങളൊന്ന് ജസ്റ്റ് നോക്കാം. തിളനിലയിലും ഗരാംഗത്തിലും ജലം ചൂടാക്കിയാൽ അതിൻ്റെ താപനില വ്യത്യാസപ്പെടുന്നില്ല. തിളനിലയിലും ഗരാംഗത്തിലും ജലം ചൂടാക്കിയാൽ അതിൻ്റെ താപനില വ്യത്യാസപ്പെടുന്നില്ല. തിളനില, ഗരാംഗം ഇവ എന്താണ്? തിളനില എന്താണ്, ഗരാംഗം എന്താണ് എന്നുള്ളത്. ജലത്തിൻ്റെ തിളനില 100 ഡിഗ്രി സെൽഷ്യസും ജലത്തിൻ്റെ ഗരാംഗം അല്ലെങ്കിൽ ഫ്രീസിംഗ് പോയിൻറ്റ് 0 ഡിഗ്രി സെൽഷ്യസുമാണ്. അപ്പോൾ 0 മുതൽ 100 ഡിഗ്രി സെൽഷ്യസ് വരെ ജലം എങ്ങനെയാണ് കാണപ്പെടുന്നത്? ദ്രാവകാവസ്ഥയിലാണ്. 0 ഡിഗ്രി മുതൽ അതിന് താഴേക്ക് ജലം കാണുന്നത് ഖരാവസ്ഥയിലാണ്. 100 ഡിഗ്രി മുതൽ മുകളിലേക്ക് ചൂടാക്കിയാൽ ജലം നീരാവിയിൽ ആയിട്ട് അല്ലെങ്കിൽ വാതകാവസ്ഥയിൽ കാണപ്പെടും. ജലത്തിൻ്റെ തിളനില എത്രയാണ്? 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഗരാംഗം 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. താപനില വ്യത്യാസപ്പെടാത്തതിന് കാരണം എന്താണ്? ജലം ചൂടാക്കുമ്പോൾ അത് പിന്നെ നമ്മൾ കൊടുക്കുന്ന താപമൊക്കെ എന്ത് ചെയ്യും? അതിൻ്റെ അവസ്ഥാ പരിവർത്തനത്തിന് ഉപയോഗിക്കും. അതുകൊണ്ടാണ് എന്ത്? താപനിലയിൽ വ്യത്യാസം വരാത്തത്. തിളനില എന്ന് പറയുന്നത് എന്താണ്? സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ഒരു ദ്രാവകം തിളക്കുന്നതിനുള്ള ചൂട് അല്ലെങ്കിൽ തിളക്കാനുള്ള താപത്തിനെയാണ് എന്തിന്? തിളനില എന്ന് പറയുന്നത്. ഗരാംഗം എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ഒരു ദ്രാവകം ഖരാവസ്ഥയിലേക്ക് മാറുന്നതിന് അല്ലെങ്കിൽ ഘനീഭവിക്കുന്ന ആ ഒരു അവസ്ഥയാണ് എന്തിന്? അല്ലെങ്കിൽ അതിന് വേണ്ട താപനിലയാണ് എന്തിന്? ഗരാംഗം എന്ന് പറയുന്നത്. ഒരു നിശ്ചിത അളവ് ജലവും വെളിച്ചെണ്ണയും വെവ്വേറെ ടെസ്റ്റ് ട്യൂബുകളിൽ ഒരേ താപസ്രോതസ് ഉപയോഗിച്ച് ചൂടാക്കുന്നു. ഇതെന്താണ്? ജലത്തിൻ്റെ താപധാരിത എന്നുള്ള സവിശേഷത കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? വെളിച്ചെണ്ണ ചൂടാവും, ജലം സാവധാനത്തിലാണ് തിളക്കുന്നത്. ഇനി ഈ സവിശേഷതയുടെ എന്താണ് ഇതിന് കാരണം? നമ്മൾ പറഞ്ഞ ജലത്തിൻ്റെ ഉയർന്ന താപധാരിത എന്നുള്ള പ്രത്യേകതയാണ് ഇതിന് കാരണം. ഏതിൻ്റെ താപമാണ് സാവധാനം ഉയർച്ച ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ ജലത്തിൻ്റെ താപമാണ് സാവധാനം ഉയർച്ച ഉണ്ടാകുക. അതിന് കാരണം ജലത്തിൻ്റെ ഉയർന്ന താപധാരിത. താപധാരിത എന്ന് പറഞ്ഞാൽ താപത്തെ ഉൾക്കൊള്ളാനുള്ള കഴിവാണ് എന്ത്? താപധാരിത എന്ന് പറയുന്നത്. ഈ സവിശേഷതയുടെ ഏതെങ്കിലും ഒരു പ്രായോഗിക ഉപയോഗം നമുക്ക് പറഞ്ഞാൽ നമുക്കറിയാം. നമ്മളെന്ത്? വാഹനങ്ങളുടെ എൻജിൻ്റെ താപം നിയന്ത്രിക്കുന്നതിന് എന്ത് ചെയ്യുക? റേഡിയേറ്ററിൽ വെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് അതിൽ പഠന പ്രവർത്തനത്തിലുള്ളത്. ഇനി ഇവിടെ ഒരു ഇതുകൂടി നോക്കാം. ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതൊക്കെ പദാർത്ഥങ്ങളാണ് ജലകാഠിന്യത്തിന് കാരണമാകുന്നത്? ഇവിടെ സോഡിയം ക്ലോറൈഡ്, കാൽഷ്യം ബൈകാർബണേറ്റ്, കാൽഷ്യം കാർബണേറ്റ്, കാൽഷ്യം സൾഫേറ്റ്, മഗ്നീഷ്യം സൾഫേറ്റ്, കാൽഷ്യം ക്ലോറൈഡ്, മഗ്നീഷ്യം കാർബണേറ്റ് എന്നിവ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ്? കാൽഷ്യവും മഗ്നീഷ്യവുമാണ് എന്ത്? ജലത്തിൻ്റെ കാഠിന്യത്തിന് കാരണമാകുന്നത്. അപ്പോൾ ഇവിടെ കാൽഷ്യം അടങ്ങിയ ഏതൊക്കെയാണ്? കാൽഷ്യം ബൈകാർബണേറ്റ്, കാൽഷ്യം കാർബണേറ്റ്, കാൽഷ്യം സൾഫേറ്റ് എന്നിവയും മഗ്നീഷ്യം സൾഫേറ്റ്, കാൽഷ്യം ക്ലോറൈഡ്, മഗ്നീഷ്യം കാർബണേറ്റ് എന്നിവയൊക്കെ എന്താണ്? ജലത്തിൻ്റെ കാഠിന്യങ്ങൾക്ക് കാരണമാകുന്ന പദാർത്ഥങ്ങളാണ്. അതിൽ സോഡിയം ക്ലോറൈഡ് അല്ലാത്ത ബാക്കിയെല്ലാം ജലകാഠിന്യത്തിന് കാരണമാകുന്ന പദാർത്ഥങ്ങളാണ്. ഇവയിൽ ഏതൊക്കെ ലവണങ്ങൾ കൊണ്ടുള്ള കാഠിന്യമാണ് തിളപ്പിച്ചാൽ മാറ്റാൻ കഴിയുന്നത്? ഇതിൽ കാൽഷ്യം ബൈകാർബണേറ്റ്, അതേപോലെ കാൽഷ്യം കാർബണേറ്റ്, അതുപോലെ കാൽഷ്യം ക്ലോറൈഡ്, മഗ്നീഷ്യം കാർബണേറ്റ് എന്നിവയൊക്കെ എന്ത് ചെയ്യണം? തിളപ്പിച്ച് കഴിഞ്ഞാൽ കാഠിന്യം മാറ്റാൻ കഴിയും. എന്നാൽ കാൽഷ്യം സൾഫേറ്റ്, മഗ്നീഷ്യം സൾഫേറ്റ് എന്നിവയൊന്നും എന്ത് ചെയ്യുക? സൾഫർ അടങ്ങിയതാണെങ്കിൽ എന്ത് ചെയ്യണം? അത് തിളപ്പിച്ചാൽ നമുക്ക്
കാഠിന്യം മാറ്റില്ല. അത് നമുക്ക് എന്ത് ചെയ്യാം, രാസപ്രവർത്തനം അല്ലെങ്കിൽ രാസവസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടേ നമുക്ക് അതിൻ്റെ കാഠിന്യം മാറ്റാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. നമ്മളെ ഈ മൊഡ്യൂളിലെ അടുത്ത ചാപ്റ്ററാണ് ഫൈബറുകളും പ്ലാസ്റ്റിക്കുകളും എന്നുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും അതുവരെ താങ്ക് യു.